നിങ്ങൾ ഈ നാളികേരം ഇത്രയും പോപ്പുലർ ആക്കിയോ? എന്തൊരു തേങ്ങ ഇടക്കിടയ്ക്ക് പറഞ്ഞു. നാളികേരം എന്ന് പറഞ്ഞ സാധനം 13 ജില്ലകളില് ഈ സാധനത്തിനെ തേങ്ങ എന്നാ പറയുന്നത്. ഒരു ജില്ല മാത്രം അത് വിട്ടുപോയി. ഒറിജിനൽ നാളികേരത്തിനെ തേങ്ങ എന്ന് പറയും. ഞങ്ങള് മാത്രം തേങ്ങാന്നും പറയില്ല, നാളാരണ്ടാ തേങ്ങ. കാരണം ഇത് രണ്ടും ഒന്നാണ്. തൃശ്ശൂർ പൂരം കവർ ചെയ്യാൻ വന്നപ്പോഴാണ് ജയരാജ് ഞാനോട് ഈ അടുത്ത കാലത്ത് ഒരു അലക്കലക്കിയത്. അത് പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടമായി. അത് കുഴിമിന്നലായിരുന്നു. കുഴിമിന്നൽ അല്ലേ? കുഴിമിന്നൽ എന്ന് പറഞ്ഞാൽ വെടിക്കെട്ടിന്റെ ഏറ്റവും കൂടിയ സാധനമാണ്. മാത്രല്ല എനിക്ക് ഈ പൂരത്തിന്റെ പല കാര്യങ്ങളും അറിയത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ജയരാജിനെ കൂടെ നിർത്തി ഞാൻ രക്ഷപ്പെട്ടു പോകുമല്ലോ. ജയരാജൻ സംസാരിച്ചോളും. ത്രൂട്ടന്ന് ജയരാജ് വാരിയായിരുന്നു. അല്ല, പൂരപ്പറമ്പില് വെച്ചാണ്, തൃശ്ശൂർ പൂരം നടക്കുന്ന സ്ഥലത്ത് വെച്ചാണ് നമ്മുടെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ കാണുക. തൃശ്ശൂർ പക്ഷേ ഏതെങ്കിലും ഒരു പൂരം ജയരാജ് വാര്യർക്ക് മിസ്സായിട്ടുണ്ടോ? പൂരം മിസ്സായിട്ടുള്ള വളരെ കുറവായിരിക്കും. നമ്മളോടുണ്ടാവും. പൂരം നമ്മളവിടെ ഉണ്ട്. എന്നെ ആ തെക്കേ ഗോപുരം നടയിൽ കാലത്ത് 7 മണിക്ക് കണിമംഗലം ശാസ്താവാണല്ലോ പൂരം തുടങ്ങുക. നമ്മള് കണിമലത്തുകാരനാണ്. എന്നെ കണ്ട വഴിക്ക് കമന്റ് ആണ്, ദേ വന്ന് ജയരാജേട്ടാ ഇനി ശവീര ഡയലോഗ് ഉണ്ടാവുള്ളൂ എന്ന്. അതൊരു അംഗീകാരമാണ്. അവിടെ വെച്ച് കാണുന്ന പലരും ഉണ്ട്. എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചവര്, ചെറിയ ക്ലാസ്സിൽ പഠിച്ചവര്, എല്ലാ കൂട്ടുകാരെയും കാണും. ബോംബെയിലുള്ളവര്, ഗൾഫിലുള്ളവര്, അമേരിക്കയിലുള്ളവര്, അങ്ങനെ എല്ലാവരെയും കാണുന്ന ഒരു ഗാദറിംഗ് കൂടിയാണ് തൃശ്ശൂർ പൂരം. അപ്പോഴാണ് ഒരിക്കൽ എന്റെ കൂടെ 5ാം ക്ലാസ്സിൽ പഠിച്ച ഒരുത്തനെ കണ്ടു. അവന്റെ പേര് കുമാരൻ എന്ന് വിളിക്കാം. കുമാരൻ്റെ ജയരാജ് പുറകാല ലിസ്റ്റ് കണ്ടിട്ട് അടുത്ത ആഴ്ച നിനക്ക് പുത്തൂര് പരിപാടി ഉണ്ട് അല്ലേ? ഞാൻ പറഞ്ഞു, ആ പുത്തൂര് പരിപാടി ഉണ്ട്. അവിടെ വരുമ്പോ എന്റെ വീട്ടിലേക്ക് വന്നോളട്ടാ. എന്റെ വീടിന്റെ തൊട്ടും മുമ്പിലാണ് സ്റ്റേജ്. ശരിയെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. പരിപാടി കഴിഞ്ഞ് ഇവൻ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോ അമ്മ, ഒരു വയസ്സായ സ്ത്രീ അവിടെ നിൽക്കുന്നു. ചോദിച്ചു, ഇതാരാ? ഇത് അമ്മ ഡാവ്. അമ്മ ഡാവോ? അങ്ങനെയാണ് ഞാൻ ആ വാക്ക് കേൾക്കുന്നത്. അമ്മ ഡാവണ്. അയ്യോ ഉണ്ട്, ഉണ്ടാക്കല്ലേ? അപ്പൊ ഇത് വല്ലാണ്ട് ക്ഷണിച്ചല്ലോ. നമ്മുടെ ഗഡീന്റെ അല്ല, മറ്റേ ഗഡി. ആര്? അച്ഛണ്ടാവ്. വെള്ളം അടിച്ചു വന്ന എന്നും ഇന്നെടുത്ത് അയ്യം വിജയം ബോൾ തട്ടണമല്ല. അപ്പോഴാണ് അച്ഛനെ കണ്ടത്. ശബരിമലയ്ക്ക് മാല ഇട്ടിട്ടിരിക്കുക. അപ്പൊ അച്ഛനല്ലേ ഇത്? അതെ. അപ്പം മലഡാവാ എന്ന് പറഞ്ഞാൽ ശബരിമലയ്ക്ക് പോവാണ്. അതെയോ? അപ്പൊ മണ്ഡലത്തിലാണോ പോകുന്നത്? അല്ലല്ല, മകരവിളക്കിനായിരിക്കും. അതും കഴിഞ്ഞ് ഗുരുതിക്ക് വിടുള്ളൂ. അതെന്താ? ജാതി കൗട്ടേണ്ട ഡാവ്. കൗട്ടാന്ന് പറഞ്ഞാൽ നല്ല ഫിറ്റാണ്. ഇങ്ങനെയുള്ള നാട്ടു സുഹൃത്തുക്കളുണ്ട് എനിക്ക്. അപ്പൊ അവിടെ എവിടെ കണ്ടാലും ചില ആൾക്കാരെ എന്നെ കണ്ടു കഴിഞ്ഞാൽ പഴയ പേരൊക്കെ വിളിക്കും. നമുക്ക് ചില പേരൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വിളിച്ചിട്ടാണ് വരിക. ചിലർ ജയരാജേ വേറെ വല്ല പണിക്ക് പൊക്കൂടറാ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പൊ ഞാൻ ആങ്കർ ചെയ്യാൻ അതാ സൂയി ഉണ്ടെന്ന് പറയണേ. അതായത് ഇത്രയും ആളുകളുടെ മുമ്പിൽ നമ്മൾ ഈ ചാനലിൽ വന്ന് ലോകം മുഴുവൻ കാണാണല്ലോ. അപ്പൊ വേറൊരാൾ പറഞ്ഞു, ഒരിക്കൽ പൂരത്തിന്റെ ഇത് കഴിഞ്ഞിറങ്ങിയപ്പോ പറഞ്ഞു, ജയരാജ് നിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചാനലിൽ കണ്ടിട്ടാ, ഞാൻ ഒരു കല്ലെടുത്തിട്ട് എറിഞ്ഞാലോ എന്ന് വിചാരിക്കും. TV അങ്ങോട്ട് പൊട്ടും. അപ്പൊ ഞാൻ പറയാം, എന്താ അറിയാത്ത എന്റെ കാശ് പോയില്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതാണ് വളരെ ഈ തൃശ്ശൂർ ഭാഷയുടെ ഒരു പ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്പീഡിലാണ് പോവുക. ജയരാജ് ഇങ്ങനെ അതിഥിയായിട്ട് വരുന്നു, മത്സരാർത്ഥിയായിട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്റെ ഓർമ്മകൾ പിറകോട്ടൊരു ഓട്ടം ഓടി. ട്രിവാൻഡ്രം ടെന്നീസ് ക്ലബ്ബിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ TK രാജീവ്കുമാർ അദ്ദേഹത്തിന്റെ ഒരു പടം നമുക്ക് എഴുതി കളയാന്ന് പറഞ്ഞ് പോയിരിക്കുക. എഴുത്ത് ബാക്കിയെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഒരു തൃശ്ശൂക്കാരൻ വാര്യര് വന്ന് ട്രിവാൻഡ്രം ക്ലബ്ബിൽ വന്ന് അലക്കി വെച്ച് പോയി. വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. പുള്ളിക്ക് പറഞ്ഞ അന്ന് എഴുത്ത് മൊത്തം നടന്നില്ല. അന്നെങ്കിലും എഴുതെന്ന് പറഞ്ഞിരുന്ന അന്ന് 3 മണിക്കൂറും ജയരാജ് വാര്യരെ കുറിച്ചാണ് എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുള്ള രാജീവിന് ഇംപ്രസ്ഡ് ആയെന്ന് പറഞ്ഞാല് രാജീവിന് ഒരു രക്ഷയില്ല. രാജീവിന്റെ എല്ലാ ഷോയ്ക്കും ആ കാലത്ത് ഞാനാണ് അവതാരകൻ. ഇംപ്രസ്ഡ് ആയി പോയെന്ന് പറഞ്ഞാൽ പിന്നെ രാജീവില്ല, ജയരാജ് വാര്യർ അത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും എനിക്ക് അദ്ദേഹത്തെ കൂടെ ഓർക്കാൻ കഴിഞ്ഞാൽ അത് കാരണം ഈ അഴീക്കോട് മാഷ് അങ്ങനെയുള്ളവരുമായിട്ടൊക്കെ. അതല്ല, ജയരാജ് അവതരിപ്പിക്കുമ്പോൾ അതൊരു മിമിക്രി അല്ല, കുറച്ചുകൂടി ഒരു സാഹിത്യ ഭംഗിയും അതുപോലെ മനസ്സിലൊരു സാംസ്കാരിക തനിമയൊക്കെ വെച്ചിട്ടാണ് നമ്മള്. അതാണ് രാജീവ് കുമാറിനെ ഇംപ്രസ്. തീർച്ചയായിട്ടും രാജീവ് കുമാറും പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ താങ്കളും പറഞ്ഞല്ലോ. അതായത് അവര് പറയാൻ സാധ്യതയുള്ള വാക്കുകളാണ് നമ്മൾ പറയും. ഇപ്പൊ അഴീക്കോട് സാറും ഞാനും കൂടെ പല മീറ്റിംഗ്, പിന്നെ ഞങ്ങള് എന്താ പറയാ സുഹൃത്തുക്കളെ പോലെയാണോ. അപ്പൊ ഞങ്ങള് പ്രോഗ്രാമിന് പോവാണ്. അപ്പൊ 3 പീടിക എന്നൊരു സ്ഥലമുണ്ട് കൊടുങ്ങല്ലൂർ റോഡ്. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അവിടെ എത്തി, ഇറങ്ങി. സുരേഷ് ഉണ്ട് ഡ്രൈവർ. ഇറങ്ങിയ വഴിക്ക് ഭയങ്കര തിരക്കുള്ള അങ്ങാടിയും കടകളും ഒക്കെ കണ്ടപ്പോ അദ്ദേഹം ചോദിച്ചു, സുരേഷ ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? അപ്പൊ സുരേഷ് പറഞ്ഞു 3 പീടിക. അപ്പൊ സാറ് നോക്കിയിട്ട് പറഞ്ഞു, ഇവിടെ 300 പീടികയുണ്ടല്ലോ. അതാണ്. അതുപോലെ പുത്തം പീടിക എന്നൊരു സ്ഥലം, അവിടേക്ക് പരിപാടിക്ക് പോയി. അപ്പൊ ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? ഇത് പുത്തം പീടിക. ഇവിടെ എല്ലാം പഴയ പീടികയാണല്ലോ. അങ്ങനെ വളരെ സ്പോർട്ടീവായിട്ട് നർമ്മം വളരെ കൃത്യമായിട്ട് പ്രയോഗിക്കും. അതാണല്ലോ അഴീക്കോട് സാറിന്റെ ഈ ഗൗരവതരമായ പ്രസംഗത്തേക്ക് നർമ്മത്തിലൂടെ പൊതിഞ്ഞിട്ടാണ് മൂപ്പര് കയ്യടി വാങ്ങിയത്.
ആദ്യമായിട്ട് അഴീക്കോട് സാറിനോട് ഒരാൾ ചോദിച്ചത് എന്താ സാറ് കല്യാണം കഴിക്കാതിരിക്കാൻ കാരണം ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കാതിരിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, കട്ടിലിൽ നിന്ന് ഒരു തടസ്സവുമില്ലാതെ അതിരാവിലെ എണീക്കാനാണ്. വിവാഹം എന്ന് പറയുന്ന ഈ സംഭവത്തിനെ അതെ വേറെ കാണുന്നത് അല്ലേ? അതെ അതെ. അഴീക്കോട് മാഷിനോട് എത്ര കാലം ഒന്നിച്ച് നടന്നിട്ടുണ്ട്? 10-15 വർഷക്കാലം നടന്നു. അതെ. ഏറ്റവും സ്വാധീനിച്ച വ്യക്തി അപ്പോൾ അഴീക്കോട് തന്നെയാണോ? വളരെയധികം. പിന്നെ എനിക്കൊന്ന് ONV സാറാണോ ജയരാജന് ഏറ്റവും ഇഷ്ടപ്പെട്ട താരം? അല്ല, ONV MT സാർ നമ്മുടെ ഇവരൊക്കെ നമ്മുടെ ആചാര്യന്മാരല്ലേ, ഗുരുക്കന്മാരല്ലേ. ഇതിലെ ആരുടെ മുന്നിലാണ് നമുക്ക് നേരിട്ട് ഇത് പ്രദർശിപ്പിക്കാൻ പറ്റിയത്? എല്ലാവരുടെയും. എല്ലാം. ഇത് ചീത്ത പറഞ്ഞ ഓടിച്ച ആൾക്കാരുണ്ടോ? ആരുമില്ല. ONV സാറൊക്കെ എന്നെ എപ്പോഴും കണ്ടാൽ പറയുന്നത്, ജയരാജ് വാര്യരെ ഞാൻ നേരത്തെ കണ്ടിരുന്നു, പുറകിൽ വന്നിരിക്കുന്നു, പിന്നെ മുന്നോട്ട് കയറി വന്ന് നാളെ എവിടെയാണാവോ എൻ്റെ ഭാവഹാവാദികൾ അവതരിപ്പിക്കുന്നത്. പാവകാവാദികൾ. അതെ അതെ. ഓക്കെ.